സീസൺ 7 നിന്ന് നമ്മുടെ മസ്താനി വിട പറഞ്ഞിരിക്കുകയാണ് ഗൈസ്. കാരണം പുള്ളിക്കാരി വന്നൊരു സമയത്ത്, കാരണം നല്ലൊരു, അതായത് ഒരു എന്താ പറയുക, ഒരു ആങ്കറാണ്, ഒരുപാട് വീഡിയോസൊക്കെ കാണാറുണ്ട്. പക്ഷേ ഈ ഒരു ഷോന് പറ്റിയൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കളിക്കാനുള്ള ഒരു ഇത് എനിക്ക് തോന്നിയില്ല. പ്രത്യേകിച്ച് വന്നൊരു ടൈമിൽ അതിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു വന്ന ഒരു 3-4 പേരിൽ 1-2 ആൾക്കാർ, ഞാൻ പേരെടുത്ത് പറഞ്ഞില്ല, മാത്രമേ ഇതിലേക്ക് ഒരു 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 പോസിറ്റീവ് വൈബ് കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള കുറച്ച് ആളുകൾ, ഞാനത് എടുത്ത് പറയുന്ന കാരണം അവരൊക്കെ ഇപ്പോൾ അതിലുണ്ട്, അതാണ് സംഭവം, ഒരു പോസിറ്റീവ് വൈബ് കൊടുക്കുന്നില്ല. പിന്നെ മസ്താനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുറത്തുനിന്ന് കണ്ട ആൾക്കാർ ഇപ്പം ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു രീതിയിലുള്ള ഒരു പ്രതികരണമായിരുന്നു എല്ലാവരുമായിട്ടും മസ്താനി. കാരണം ആരെയും ഒരു വാല്യൂ കൊടുക്കാത്ത രീതിയിലുള്ള ഒരു ഒരു സംഭവമായിരുന്നു. മസ്താനി എന്ന് പറയുന്നൊരു വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട നല്ലൊരു ആങ്കറാണ്. കാരണം അവർ ചെയ്യുന്ന എല്ലാ വീഡിയോസും ഞാൻ അത് മുടങ്ങാതെ കാണുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തി ഇതിൽ വന്നതിന് ശേഷം ഷീസ് ഓൾറെഡി എന്നതിൻ്റെ ഒരു ഡൗൺ വർത്തായ ഒരു ഫീലിംഗ് എനിക്ക് തോന്നി. അപ്പം എന്തായാലും ലാലേട്ടൻ അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർ നല്ല രീതിയിലുള്ള വോട്ടിംഗ് തന്നെയാണ് കൊടുത്തത്. കാരണം അത് ഒഴിവാക്കുകയാണെങ്കിലും ഇന്നാക്കുകയാണെങ്കിലും പ്രേക്ഷകരെ വിധി അത് ഒരു അഭാജ്യ ഘടകമാണല്ലോ. നല്ല രീതിയിൽ വോട്ട് തന്നെ. എന്തായാലും ഇത്രയും ദിവസം അവിടെ നിൽക്കാൻ വേണ്ടി പറ്റിയത് മസ്താനി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. കാരണം ഒന്നുകൂടി ഒരു പുതുമയായിട്ടൊന്നും ഉണർന്ന് വരട്ടെ എന്നുള്ളൊരു ചിന്താഗതി ആയിരിക്കും മസ്താനിക്ക്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. എനിവേ ബെസ്റ്റ് ഓഫ് ലക്ക്. അടുത്തത് ആരാന്നറിയില്ല. എന്തായാലും ഇന്നത്തെ ഇത് എവിക്റ്റഡ്, അതായത് പൊളിച്ചു.